ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ വീടിനുള്ളിലെ സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നു. 6 മത്സരാർത്ഥികൾ മാത്രമേ കിരീടത്തിനായി പോരാടുന്നുള്ളൂ എന്നതിനാൽ ആദ്യ 5 സ്ഥാനങ്ങളിലേക്കുള്ള മത്സരം മുമ്പത്തേക്കാൾ ശക്തമാണ്. ഗ്രാൻഡ് ഫിനാലേക്ക് മുമ്പ് ഒരു അന്തിമ എവിക്ഷന് ഷോ ഒരുങ്ങുമ്പോൾ അടുത്ത വാതിൽ ആരെയാണ് കാണിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ വ്യാപകമാണ്. ഈ സീസണിലെ ഏറ്റവും സ്ഥിരതയുള്ളതും മത്സരബുദ്ധിയുള്ളതുമായ കളിക്കാരാണ് ഇവർ. ശാന്തമായ പെരുമാറ്റവും മൂർച്ചയുള്ള തന്ത്രങ്ങൾ, സന്തുലിതമായ ഗെയിം പ്ലേ എന്നിവയ്ക്ക് പേരുകേട്ട നൂറയ്ക്ക് അഭിമാനകരമായ ടിക്കറ്റ് ടു ഫിനാലെ നേടാൻ കഴിഞ്ഞു. ഇത് ഫൈനൽ ആഴ്ചയിൽ ഔദ്യോഗികമായി പ്രവേശിക്കുന്ന ആദ്യ മത്സരാർത്ഥിയായി. അവരുടെ ശക്തമായ സാന്നിധ്യവും ജനപ്രീതിയും അവരെ കിരീടത്തിനായുള്ള മുൻനിര മത്സരാർത്ഥികളിൽ ഒരാളാക്കി മാറ്റി. അതുകൊണ്ടാണ് അവരുടെ പുറത്താക്കലിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ആരാധകരെ ഞെട്ടലും ജിജ്ഞാസയും ഉളവാക്കിയത്. ഫൈനലിൽ ഏറ്റുമുട്ടുന്ന അവസാന 5 ആഴ്ചയുടെ മധ്യത്തിൽ നടക്കുന്ന ഈ എവിക്ഷൻ ഫൈനലിൽ ഏറ്റുമുട്ടുന്ന അവസാന 5 മത്സരാർത്ഥികളെ നിർണയിക്കും. വികാരങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയും സഖ്യങ്ങൾ പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ വീടിനുള്ളിലെ ഓരോ നീക്കവും പ്രധാനമാണ്. ബാക്കിയുള്ള മത്സരാർത്ഥികളായ അക്ബർ, നെവിൻ, ഷാനവാസ്, അനുമോൾ, അനീഷ്, ഒരുപക്ഷെ നൂറ എന്നിവർ പ്രേക്ഷകരെയും ബിഗ് ബോസിനെയും ആകർഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നു. ഏറ്റവും പുതിയ എപ്പിസോഡിൽ ആദിലയെ പുറത്താക്കി സഹവീട്ടുകാരോട് വിട പറയുമ്പോൾ വൈകാരികമായ ഒരു നിമിഷമായിരുന്നു അത്. അവളുടെ പുറത്തുപോകലോടെ മത്സരം കൂടുതൽ രൂക്ഷമായി. കൂടാതെ ഓഹരികൾ മുന്നത്തേക്കാളും ഉയർന്നു. ആരാവും ഈ സീസണിലെ വിജയി എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. അനുമോൾ, അനീഷ്, അക്ബർ, ഷാനവാസ്, നെവിൻ, നൂറ എന്നിവരാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ശേഷിക്കുന്ന മത്സരാർത്ഥികൾ. ഇതിൽ നിന്നും നൂറയും ഇന്ന് രാത്രിയിലെ എവിക്ഷനോടെ പുറത്തു പോകുമെന്ന് റിപ്പോർട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് ഫൈനൽ 5 എത്താനാവാതെയാണ് ആദില പുറത്തായത്. എന്നാൽ എവിക്റ്റ് ആവുന്നതിന് മുമ്പ് ആദില ഹൗസിൽ പൊട്ടിച്ച ബോംബ് അവസാന മണിക്കൂറിൽ പുകഞ്ഞു കത്തി. ആദിലയ്ക്ക് താൻ ടിഷ്യൂവിൽ എഴുതി നൽകിയ നമ്പർ അവരുടെ കയ്യിൽ ഉണ്ടെന്ന് അനുമോൾ പറഞ്ഞിരുന്നു. ഈ സമയം നൂറ എന്തോ മാറ്റുന്ന ദൃശ്യങ്ങൾ ലൈവിൽ വന്നിരുന്നു. ഇത് അനുമോൾ പറഞ്ഞ തെളിവാണോ എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം.